നമസ്കാരം. വീട്ടമ്മസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഷുഗർ കുക്കീസാണ്. അപ്പോൾ കുക്കീസ് സാധാരണ നമ്മളെല്ലാവരും കടയിൽ നിന്നാണ് മേടിക്കാറുള്ളത്. പക്ഷേ കുക്കീസ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. വളരെ കുറച്ച് ചേരുവകൾ വെച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന കുക്കീസാണ് ഷുഗർ കുക്കീസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 55 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടറിലോട്ട് ഞാൻ ഏകദേശം ഒരു 50-55 ഗ്രാമോളം തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറും പഞ്ചസാരയും നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാം. അപ്പോൾ ഇത് ഞാനൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ബട്ടർ നല്ല ഫ്ലഫി ആക്കി എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു മിക്സർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്താലും നല്ലതാണ്. അതാണ് ഏറ്റവും നല്ലത്. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൈവച്ചിട്ട് ചെയ്യാം. എന്നാലും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് കൂടി ചേർത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദമാവാണ്. അപ്പോൾ മൈദമാവ് ഞാൻ ഏകദേശം ഒരു 120 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിലും എനിക്ക് കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വന്നു. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി, നമ്മൾ ഈ കുഴച്ച് വരുന്ന ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരാം. അപ്പോൾ അതനുസരിച്ചിട്ട് കുറേശ്ശെ കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ്. ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം 2 പാച്ച്മെൻറ്റ് പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ 2 പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, ഇട്ടിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുക്കി കട്ടർ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ കുക്കി കട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കപ്പൊന്ന് കമിഴ്ത്തി വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. എന്നിട്ട് നമുക്ക് ഈ ഷുഗർ സ്പ്രിങ്കിൾസ് കിട്ടും. അത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊരു ട്രെയിലോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവനിലാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. OTG അവനാണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രസ്റ്റീജിൻ്റെ OTG അവനാണ്. ഇത് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 12 to 15 മിനിറ്റ് ഡ്യൂറേഷൻ, അത്രയും സമയം വേണ്ടി വരും ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഷുഗർ കുക്കീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 12-14 മിനിറ്റോളം കഴിഞ്ഞപ്പോഴത്തേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. എന്നാലും മാത്രമേ ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. എടുത്ത ഉടനെ ഇതിങ്ങനെ പതപതാന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്തല്ല, ഏകദേശം ഒരു 10-15 മിനിറ്റോളം കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ പാകമാവും. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ ഇഷ്ടത്തിന് കലാപരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണ് ഷുഗർ കുക്കീസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.